എല്ലാവരും ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കേണ്ടത് ഒരാവശ്യമാണ്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അപ്പോൾ മാത്രമാണ് നമ്മൾ ശരിയായ രീതിയിൽ സമാധാനം അനുഭവിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ വളരെ വലിയ തിരക്കിനിടയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു വലിയ ഒഴുക്കിൻ്റെ ഭാഗമായി നമ്മളും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം ഈ തിരക്കിൽ നിന്നൊന്ന് മാറി നിൽക്കുന്നത് എപ്പോഴും സന്തോഷവും സമാധാനവും തരുന്നൊരു കാര്യമാണ്. പക്ഷേ ഇത് വല്ലപ്പോഴുമാണെങ്കിലേ രസമുള്ളൂ. സ്ഥിരമായി ഒറ്റയ്ക്കായി പോയി കഴിഞ്ഞാൽ അത് നല്ലതാണോ? ചില പഠനങ്ങൾ പറയുന്നത് സ്ഥിരമായി ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ അത് വളരെ വലിയ ദോഷമാണെന്നാണ്. ഒറ്റപ്പെടൽ അനുഭവിക്കുക എന്നത് വളരെ വലിയൊരു പ്രശ്നമാണെന്നാണ്. കൂടുതൽ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. നമുക്ക് പൊതുവെ എല്ലാവരും ഒറ്റപ്പെടലും ഏകാന്തതയും ഒന്നാണെന്നാണ് ധരിക്കുന്നത്. അവർ ഈ രണ്ട് വാക്കുകളും മാറ്റിയും മറിച്ചും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ സത്യത്തിൽ ഇത് രണ്ടും ഒന്നല്ല. ഏകാന്തത എന്നാൽ സത്യത്തിൽ ഒരാൾ സ്വയം തിരഞ്ഞെടുക്കുന്നതാണ്. കാണുമ്പോൾ ഒറ്റപ്പെടലും ഏകാന്തതയും ഒരുപോലെ തോന്നുമെങ്കിലും അങ്ങനെയല്ല. ഏകാന്തത എന്നത് ഒരു വ്യക്തി സ്വയം തിരഞ്ഞെടുക്കുന്നതാണ്. അയാൾ ആഗ്രഹിച്ച് ചൂസ് ചെയ്യുന്നതാണ്, എനിക്കിനി ഒറ്റയ്ക്കിരുന്നാൽ മതിയെന്ന്. എന്നാൽ അതേസമയം ഒറ്റപ്പെടൽ എന്നത് സംഭവിക്കുന്നതാണ്. പല പല കാരണങ്ങൾ കൊണ്ട് ആ വ്യക്തി ആഗ്രഹിക്കാതെ തന്നെ ഒറ്റയ്ക്കായി പോവുകയാണ്. അയാൾ അതിൽ സന്തോഷം കണ്ടെത്തുന്നില്ല. ഒറ്റപ്പെടലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒറ്റപ്പെടൽ ഒരു ഡേഞ്ചറാണ്. പറയുന്നത് ശരീരത്തിനെയും മനസ്സിനെയും ഒറ്റപ്പെടൽ എന്ന അവസ്ഥ വല്ലാതെ ബാധിക്കുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ വളരെ വലുതാണത്രേ. താല്പര്യമില്ലാത്ത ഒരു വ്യക്തി ഒറ്റയ്ക്കായി പോവുകയാണെങ്കിൽ പതുക്കെ പതുക്കെ അയാളുടെ ഉള്ളിൽ സ്ട്രെസ് ഹോർമോണുകൾ കൂടുന്നു അത്രേ. ഇത് ദിവസം പോകുന്തോറും വർദ്ധിക്കുന്നു അത്രേ. കൂടുതൽ സീരിയസ് ആകുന്നു അത്രേ. പറയുന്നത് സമൂഹത്തിൽ മറ്റുള്ള ആൾക്കാരുമായി ഇൻട്രാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള പ്രോസസ്സുകളിൽ ഇൻവോൾവ് ആയിരിക്കേണ്ടത് ഒരു വ്യക്തിക്ക് അത്യാവശ്യമാണെന്നാണ്. അതില്ലാത്ത പക്ഷം ഒരു വ്യക്തിയുടെ മെൻ്റൽ ബാലൻസ് നഷ്ടമാകുന്നു അത്രേ. പല പഠനങ്ങളും പറയുന്നത് ഇത് തന്നെയാണ്. ചില പഠനങ്ങൾ പറയുന്നത് സമൂഹത്തിൽ മറ്റുള്ള ആൾക്കാരുമായി നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നില്ലെങ്കിൽ പതുക്കെ പതുക്കെ നമ്മുടെ സെൻസ് ഓഫ് റിയാലിറ്റി, അതായത് യാഥാർത്ഥ്യ ബോധം തന്നെ നമുക്ക് നഷ്ടമാകുന്നു അത്രേ. നമ്മുടെ ഐഡൻറ്റിറ്റി വലിയ ബുദ്ധിമുട്ടിലാകുന്നു അത്രേ. ഞാൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം വളരെ വളരെ കോംപ്ലക്സ് ആകുന്നു അത്രേ. നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകുന്നു അത്രേ. പതുക്കെ പതുക്കെ ചിന്തകളുടെ മേലുള്ള നമ്മുടെ കൺട്രോൾ നമുക്ക് നഷ്ടമാകുന്നു അത്രേ. പിന്നെ ചിന്തകളാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതെന്ന് ഇവർ പറയുന്നു. ഇതേതാണ്ട് സ്റ്റിയറിങ്ങിൻ്റെയും ബ്രേക്കിൻ്റെയും കൺട്രോൾ നഷ്ടമായ വണ്ടി വളരെ വലിയ സ്പീഡിൽ പോകുന്ന പോലെയാണ്. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. വളരെ വലിയ അപകടമാണിത്. ഏതാണ്ട് ഇതുപോലെയാണ് ഒരു വ്യക്തിയുടെ മനസ്സ് പിന്നെ പ്രവർത്തിക്കുക അത്രേ. താല്പര്യമില്ലാതെ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ചിന്തകൾ അയാളെ കൺട്രോൾ വിട്ടു പോകുന്നു. അയാൾ പോലും അറിയാതെ പതുക്കെ പതുക്കെ അയാൾ ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ചില വ്യക്തിയിൽ സൂയിസൈഡ് ടെൻഡൻസി വരെ വരുന്നു. മറ്റു ചിലവരിൽ ഹാലൂസിനേഷൻസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവർ ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ ഇല്ലാത്തൊരു ലോകത്തിൽ ജീവിക്കുന്നു. ഒറ്റപ്പെടൽ നമ്മുടെ തലച്ചോറിനെയും വല്ലാതെ ബാധിക്കുന്നുവെന്ന് പല പഠനങ്ങളും പറയുന്നു. ഇത് പല വ്യക്തികളിലും പേടിയും സ്ട്രെസ്സും കൂട്ടുന്നു. ഒപ്പം നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെയും വല്ലാതെ ബാധിക്കുന്നു. സാവധാനം ഒരു വ്യക്തിക്ക് യുക്തിപരമായി തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാനാവുന്നു അത്രേ. അയാൾ കൂടുതൽ ഇമോഷണലായി പോകുന്നു അത്രേ. അത് ബാലൻസ് തെറ്റിയ ഇമോഷനാണ്, നല്ല രീതിയിലുള്ള ഇമോഷനല്ല. തലച്ചോറിനെയും മനസ്സിനെയും മാത്രമല്ല, ശരീരത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളെയും ഒറ്റപ്പെടൽ വല്ലാതെ ബാധിക്കുന്നുവെന്ന് പല പഠനങ്ങളും പറയുന്നു. ചിലർ പറയുന്നത് സ്ഥിരമായി ഇത്തരം അവസ്ഥയിലൊരു വ്യക്തി ജീവിക്കുകയാണെങ്കിൽ, താല്പര്യമില്ലാതെ ഒറ്റയ്ക്കായി പോവുകയാണെങ്കിൽ തലവേദന, തലചുറ്റൽ, പിന്നെ ഹാർട്ട് റേറ്റിൻ്റെ സ്പീഡ് കൂടുക, ഇതൊക്കെ സംഭവിക്കുന്നു അത്രേ. ഒപ്പം ചില ആൾക്കാർക്ക് വിശപ്പില്ലാതാവുന്നു. മറ്റു ചിലർക്ക് അവരുടെ ശരീരത്തിൻ്റെ ഭാരം വല്ലാതെ നഷ്ടമാകുന്നു. നല്ല എക്സസൈസ്, നല്ല വായനാശീലം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിൽ ഇൻവോൾവ് ആയിരിക്കുക, ഇതൊക്കെ ഒരു പരിധിവരെ
ഒറ്റപ്പെടൽ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സഹായകരമാണെന്ന് പറയുന്നു. എന്നാൽ ചിലർ പറയുന്നത് എന്തൊക്കെ ചെയ്താലും സോഷ്യൽ ഇൻട്രാക്ഷന് പകരമായി ഇതിനൊന്നും നിൽക്കാൻ സാധിക്കില്ല എന്നാണ്. ഈ ലോകത്ത് എല്ലായിടത്തും പ്രിസണുണ്ട്, ജയിലുകളുണ്ട്. മിക്ക ജയിലുകളിലും പല ആൾക്കാർക്കും കൊടുക്കുന്ന ശിക്ഷ ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളതാണ്. അവരവരുടെ സെല്ലിൽ ഒറ്റയ്ക്കാണ് ഇരിക്കുക. ചിലപ്പോൾ ഒരു ദിവസത്തിൽ 22 മണിക്കൂർ വരെ ഇവർ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. ഇത് വളരെ ഡേഞ്ചറസ് ആയ ഒന്നാണ്. പതുക്കെ പതുക്കെ പ്രിസണിലുള്ള ആൾക്കാരുടെ മനസ്സിനെ ഇത് വളരെ മോശമായി ബാധിക്കുന്നു. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാവണം ചില രാജ്യങ്ങൾ അവരുടെ പ്രിസൺ പോളിസിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ചില ജയിലുകളിൽ തടവുപുള്ളികൾക്ക് പലതരം ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്, ഇൻട്രാക്റ്റീവ് സെഷൻസ് കൊടുക്കാറുണ്ട്. ഇതിലൂടെ അവരെ മെച്ചപ്പെട്ടൊരു മനുഷ്യനാക്കാൻ അവർ ശ്രമിക്കുന്നു. ഇവരെ ഒറ്റയ്ക്കിരുത്തുന്നത് ഇവർ കുറയ്ക്കുന്നു. ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമെന്തെന്നാൽ പല പഠനങ്ങളും പറയുന്നത് ഇത്തരം ജയിലിൽ നിന്ന് ഒരാൾ പുറത്തു പോയി കഴിഞ്ഞാൽ അവർ തിരിച്ച് വീണ്ടും ജയിലിലേക്ക് വരുന്നത് വളരെ കുറവാണെന്നാണ്. അതേസമയം ഒറ്റയ്ക്കിരിക്കുന്ന ആൾക്കാർ, ജയിലുകളിൽ ഒറ്റയ്ക്കിരിക്കുന്ന ആൾക്കാർ പിന്നെ പുറത്തു വന്നാലും അവരുടെ ക്രിമിനൽ ടെൻഡൻസികളൊന്നും നശിക്കുന്നില്ല അത്രേ. റേറ്റ്സിൻ്റെ കണക്കുകളുടെ പ്രകാരം ജയിലിൽ ഇൻട്രാക്റ്റീവ് സെഷനുള്ള ആൾക്കാർ പിന്നെ ജയിലിലേക്ക് വരുന്നത് കുറവാണ്. ചിലർ പറയുന്നത് ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പീഡനം അയാളെ ഒറ്റയ്ക്കിരുത്തുക എന്നതാണത്രേ. പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ഒറ്റപ്പെടലിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇത് ലോക്ക്ഡൗണിന് ശേഷമാണ് ഏറ്റവും അധികം വന്നു തുടങ്ങിയത്. കാരണം കോവിഡ് സംഭവിച്ചപ്പോൾ ലോകത്തെല്ലായിടത്തും ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു. പല ആൾക്കാരും താല്പര്യമില്ലാതെയാണെങ്കിലും ഒറ്റയ്ക്കിരിക്കേണ്ടി വന്നു. ലോക്ക്ഡൗൺ കഴിഞ്ഞ ആൾക്കാർ പുറത്തു വന്നപ്പോൾ പല ആൾക്കാരുടെയും പെരുമാറ്റത്തിൽ വലിയ വ്യത്യാസമുള്ളതായി പലരും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും. അവരുടെ ചിന്തകൾ, അവരുടെ സംസാരിക്കുന്ന രീതി, എല്ലാത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു അത്രേ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇവർ വീണ്ടും നോർമലായി പെരുമാറാൻ തുടങ്ങിയതെന്ന് പലരും അവരുടെ അനുഭവങ്ങളിലൂടെ പറയുന്നു. ചില ആൾക്കാർക്ക് അവരുടെ ജോലിയുടെ സ്വഭാവം കാരണം ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരാറുണ്ട്. ഇങ്ങനെയുള്ളവരും ഒരുപാട് വർഷത്തെ സർവീസ് കഴിയുമ്പോൾ പറയുന്നത് അവരെ മാനസികമായി അവരുടെ ജോലി വല്ലാതെ ബാധിക്കുന്നുവെന്നാണ്. ചില ആൾക്കാർ ചില സാഹചര്യങ്ങൾ കാരണം ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ്. പക്ഷെ ഇങ്ങനെയുള്ളവരും ഉള്ളുകൊണ്ട് അവരുടെ ഒറ്റപ്പെടൽ ആസ്വദിക്കുന്നില്ല, അവരതിൽ സന്തോഷിക്കുന്നില്ല. ചില ആൾക്കാർ ആദ്യം ഒരു സമാധാനത്തിന് വേണ്ടി സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അവർ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങുന്നു. ആദ്യം അതൊക്കെ സന്തോഷമാണ്. ആദ്യം ഈ ബഹളത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവർക്ക് ഭയങ്കര സമാധാനമാണ്. പക്ഷെ പതുക്കെ അവർ തന്നെ പറയുന്നത് അത് അവരെ വല്ലാതെ മാറ്റിയെന്നാണ്. അവരുടെ ഉള്ളിൽ ജീവൻ്റെ അംശം കുറയുന്നത് പോലെ അവർക്ക് തോന്നുന്നു അത്രേ. ഒറ്റപ്പെടലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമൻസിലൂടെ ഷെയർ ചെയ്യൂ.